സ്വാഗതം. ഇന്ന് നമ്മളൊരു ചീര മോരുകറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു പിടി ചീര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരു ചട്ടി എടുത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില്ലേ അതങ്ങോട്ട് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടാണ് യോജിപ്പിച്ച്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം അതൊന്ന് മുങ്ങിക്കിടക്കുന്നത് വരെ ചേർത്ത് കൊടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം. ചീരക്കധികം വേവൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചീര നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ആ കളറൊക്കെ അങ്ങോട്ട് ഇളകിയിട്ടുണ്ട്. ഇനി ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് മോര് അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഈ മോരിൽ ചെറിയ കട്ടകൾ കാണുന്നുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നാടൻ മോരെന്ന് പറയില്ലേ, അതേപോലെ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടകൾ മാറും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ താളിച്ചിട്ടുണ്ടേ. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 1 തണ്ട് വേപ്പില, 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 8 ഉള്ളി ചെറുതായിട്ട് അരിയുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണത് വരെ, ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെയും നന്നായിട്ട് ആ വെളിച്ചെണ്ണ കാത്തിട്ട് ഇളക്കണം. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എനിക്ക് ചെറിയൊരു കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത് സെറ്റായി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചീര മോര് കറിയിലോട്ട് ഇതങ്ങാട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ചീരമോര് കറി റെഡി. ഇനി ഇതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ സെർവ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എൻ്റെ ഒരു സ്വന്തം റെസിപ്പിയാണ്. എൻ്റെ അടുത്ത് ഇത്തിരി ചീര ഇരുന്നത് കൊണ്ട് ഒന്ന് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.